ക്രിസ്തുവിനെ വലിച്ചു കീറുന്ന ഭിന്നത അത് ക്രിസ്ത്യാനികൾക്ക് ചേരുന്നതാണോ? ഭിന്നത ശരിക്കും ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഭിന്നത ക്രിസ്തുവിനെ വലിച്ചു കീറുന്ന ഒരു കാര്യമാണ്. അതാണോ ദൈവമക്കൾക്ക് യോജിക്കുന്നത് എന്ന് നാം വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, യഥാർത്ഥത്തിൽ വിശ്വാസികൾ ക്രിസ്ത്യാനികളായി മാറുന്നത് എപ്പോഴാണ്? നമുക്ക് വെറുതെ കുറച്ച് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു നടന്നാൽ പോരാ, ക്രിസ്തീയ നാമമുണ്ടെന്ന് പറഞ്ഞു നടന്നാൽ പോരാ. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 3-ാം അധ്യായം 26 മുതൽ 29 വരെ വായിച്ചാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് പുത്രത്വം എടുത്തുള്ള ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ മകനും മകളുമായി മാറണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ പുത്രത്വം ഏറ്റെടുക്കുന്ന ഒരു ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്ന്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനെ ധരിച്ച് സാക്ഷ്യജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തുവിനെ ധരിക്കുന്നവരല്ല നമ്മളെങ്കിൽ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരല്ല നമ്മളെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകത്തില്ല. പേരുണ്ടായിരിക്കാം, മറ്റു പല രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞേക്കാം നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ, പക്ഷേ കർത്താവിൻ്റെ കണ്ണുകളിൽ ക്രിസ്ത്യാനികളാകത്തില്ല. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാറുന്നത്. ഇതോടൊപ്പം ചേർത്ത് പിടിക്കാവുന്ന മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. റോമ 8:9 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കും, ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതില്ല എങ്കിൽ, ആ രീതിയിലുള്ള ഒരു ചിന്തയും സംസാരവും പ്രവർത്തനവും അല്ല വരുന്നതെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകുന്നില്ലെന്ന്. യോഹന്നാൻ 13:33 മുതൽ 35 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിക്കുന്നെങ്കിൽ അതിലൂടെ മറ്റുള്ളവർ പറയും, മറ്റുള്ളവർ അറിയും നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. ഈ സ്നേഹമില്ലാതെ നമ്മളെങ്ങനെ ക്രിസ്ത്യാനികളാവും? അതുകൊണ്ട് ഒരു നാമമുണ്ടായ പോരാ, അതല്ലെങ്കിൽ ചില ഭക്താഭ്യാസങ്ങൾ നമ്മൾ നടത്തിയാൽ പോരാ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അല്ലാത്തവരാണ് ക്രിസ്തുവിനെ വലിച്ചു കീറുന്നവരായിട്ട് മാറുക. നമുക്ക് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാകാൻ നമുക്ക് രൂപ സാദൃശ്യം വേണമെന്നൊന്നുമില്ല. നമ്മളെല്ലാവരുടെയും ഭാഷ ഒന്നായിരിക്കണം, റീത്ത് ഒന്നായിരിക്കണം, ഇതൊന്നുമില്ല. അതൊന്നും ഇല്ലാതെ നമുക്ക് ക്രിസ്തുവിൽ ഒന്നാകാൻ പറ്റും. നമുക്കറിയാലോ, യൂണിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യൂണിഫോമിറ്റി. രൂപസാദൃശ്യത്തെക്കാളും നമ്മളെല്ലാവരും ഒരേ ആ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരേ മതം അതിൽ പങ്കുചേരുക എന്നതിനേക്കാൾ നമുക്ക് ഒരു ഐക്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇന്ന് കളറിൻ്റെ പേരിൽ, റീത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സാമ്പത്തിക ശേഷിയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലെല്ലാം ഒത്തിരി ഭിന്നത, പക്ഷപാതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടമാടുന്നത് കാണാൻ പറ്റും. യാക്കോബ് 2-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ പക്ഷപാതം പാപമാണ് എന്ന് കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 12-ാം അധ്യായം 12 മുതൽ വായിച്ചാൽ ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. അതുപോലെ നാം എല്ലാവരും ഒരു ശരീരത്തിൻ്റെ പല അവയവങ്ങളായി മാറണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് മാറുക. നമ്മുടെ ശരീരത്തിലെ ഒരവയവം മറ്റേ അവയവത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമോ? ഏതെങ്കിലും ഒരവയവം വേദനിച്ചാൽ മറ്റവയവങ്ങളും വേദനിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, ഐക്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശക്തിയും ലക്ഷ്യവുമാണ്. യേശുവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിതാവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിച്ചതാണ്. യോഹന്നാൻ 10:30 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 8:28 29 വായിച്ചാൽ, ഞാൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് യേശു പറഞ്ഞ ഒരു കാര്യം. ലൂക്കാ 22:42 വായിച്ചാൽ, പിതാവേ അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന യേശുവിനെ അവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ യേശു ലക്ഷ്യം വെച്ചത് ഈ ഐക്യമാണ്. യോഹന്നാൻ 17 ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ്, യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന. അതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് യേശു ലക്ഷ്യം വെച്ചത് ഐക്യം, അല്ലാതെ ഭിന്നതയല്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഐക്യമുള്ളത് അല്ലെങ്കിൽ ഐക്യം സംഭാവന ചെയ്യുന്നത് വളരെ വലുതാണ്. ഐക്യത്തിൻ്റെ സംഭാവന വളരെ വലുതായിരിക്കും. മത്തായി 18:19 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നടത്തിത്തരും. അതുപോലെ തന്നെ സഭാപ്രസംഗൻ 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ തളരുമ്പോൾ മറ്റേയാൾക്ക് അവരെ താങ്ങാൻ പറ്റും. അങ്ങനെ മാറേണ്ടവരാണ് ദമ്പതിമാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അവർക്ക് പരസ്പര സ്നേഹമുണ്ട്, അവരുടെ ഇടയിൽ
ദൈവമുണ്ടെങ്കിൽ അതാണ് മുപ്പിരിച്ചരടായി മാറുക. അതിൻ്റെ സംഭാവന വളരെ വലുതായിരിക്കും. ഫിലിപ്പിയർ 2:1 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏക മനസ്സോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകും എന്നുള്ള ആ ഒരു കാര്യം. അവസാനമായി നമ്മൾ അറിഞ്ഞിരിക്കണം, ഭിന്നത മ്ലേച്ഛതയായിട്ടാണ് കർത്താവിൻ്റെ വചനം എടുത്തു കാണിക്കുക. സുഭാഷിതങ്ങൾ 6:19 വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത് മ്ലേച്ഛതയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.